Hakiliki pipi filifi jibla kroiki unodu nomu o chao damba damba bugo kiliki. നിർത്തടി, ഇങ്ങനെ ആടിക്കളിക്കാൻ ഇത് ഡീഫോ ഡാൻസിന്റെ ഓഡീഷൻ ഒന്നും അല്ല, തൊഴിലുറപ്പാ. ഓ, ഔസേപ്പേട്ടന്റെ വീട്ടിലാണ് പണി. പണിയെടുക്കുന്നില്ലാകും. ഔസേപ്പേട്ടന്റെ വീട്ടിലെ പണി. എന്നാ പിന്നെ പച്ചവെള്ളം കിട്ടൂല. അതിനൊക്കെ നമ്മുടെ കുരിയാച്ചായന്റെ വീട്. ചക്കയ്ക്ക് ചക്ക, ചായക്ക് ചായ, പുഴുക്കിന് പുഴുക്ക്. പണി എടുക്കാൻ പോലും സമയം കിട്ടില്ല. അല്ലേലും നമ്മൾ എവിടെയാ പണിയെടുത്തിട്ടുള്ളൂ. എടി, ഇപ്പറമ്പിലെങ്കിലും കുറ്റം പറഞ്ഞിരിക്കാൻ ഒരു മരത്തണല് കിട്ടിയാ മതി. ശരിയാടി. അല്ല, ഓമന വന്നില്ലേ? അയ്യോ, ഓമനയുടെ കെട്ടിയോ പണിക്ക് പോയെന്നേ. ഓമനയുടെ കെട്ടിയും പണിക്ക് പോയെങ്കിൽ ഓമന എന്തിനാ വരാതിരിക്കുന്നേ? അതല്ല ചേച്ചി, ആ. ഓമന തൊഴിലുറപ്പിലിടുന്ന ഫുൾ കൈ ഷർട്ട് ഉണ്ടല്ലോ, അതിട്ടുള്ള ഭർത്താവ് ജോലിക്ക് പോയത്. പുഴുക്ക ഷട്ടിട്ടില്ലെങ്കിലേ അവളുടെ കയ്യിൽ ചൊറിയണം കടിക്കും. ഇതിപ്പോ ഒന്നും രണ്ടും തവണയല്ല, 4-5 ദിവസമായി അവള് വരാതിരിക്കുന്നേ. ഇത് ഞാൻ പഞ്ചായത്ത് കംപ്ലൈന്റ് ചെയ്യും. എല്ലാരും ഒന്നിങ്ങ് വന്നേ. ഇന്ന് വൈകിട്ട് 5 മണിക്ക് എല്ലാരും നമ്മുടെ സുധാകരന്റെ റേഷൻ കടയിലെത്തും. സുധാകരൻ ഓണക്കിട്ട് കൊടുക്കുന്നുണ്ട്. സുധാകരൻ എന്ത് ഉണക്കിട്ട് കൊടുക്കണ്ടേ? ഉണക്കിയിട്ട് കൊടുക്കുന്നല്ല, സുധാകരൻ ഓണക്കിട്ട് പിന്നെ ഒരു കാര്യം, കഴിഞ്ഞ തവണത്തെ പോലെ മണ്ടില്ലാത്തത് എങ്ങനെ ചോടും കളിച്ച് എന്റെ മാനം കളയരുത്. പിന്നെ രമണി ഒന്നുകൂടെ നിന്നേ. എവിടെ ചെന്നാലും അടുക്കള ചുറ്റിപ്പറ്റിയുള്ള നിപ്പുണ്ടല്ലോ, അത് ഇന്ന് അവസാനിപ്പിച്ചോണം. എന്താണെന്ന് അറിയാൻ പാടില്ല. ഏത് അടുക്കളയെ മീനുണ്ടാക്കണ മണം വന്നാലും ഒന്ന് അവിടെ പോയി നിൽക്കും. ആരും ഇല്ലേ? ചേച്ചി, 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 ചേച്ചി. തൊഴിലുറപ്പിന്റെ ആൾക്കാരാണ്. പ്രസിഡന്റ് വിളിച്ച് പറഞ്ഞായിരുന്നു വരുന്നത്. അതാ കാണാൻ കാട്, അവിടെ പോയി വെട്ടിക്കാ. ശരി ചേച്ചി, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ? എന്നാ പിന്നെ കഞ്ഞിവെള്ളം ആയിക്കോട്ടെ. ഓ, ഉണ്ടെങ്കിൽ 2 വച്ചും കൂടി ഇട്ടോ. എന്നാലേ ഇച്ചിരി അച്ചാറും കൂടി കലക്കി എടുത്തേക്ക്. അല്ല, നിങ്ങൾ തിന്നാനോ വന്ന കാട് വിട്ടിരിക്കാനോ? എന്താണ് എല്ലാം കൂടി തൊഴിലുറപ്പിന്റെ മാനം കളി. ചേച്ചി കുടിക്കാൻ എന്തെങ്കിലും എടുത്താൽ മതി. എന്നാ ടാങ്ക് കളിക്കൊണ്ട് പാത്രത്തിൽ. ഓമന വന്നു. ഇത് പുതിയതാണ്. എന്ത്? ഈ കമ്മല്. ഇത് പുതിയതാ. പുതിയ കമ്മല്. അയ്യോ, ഇത് എത്ര പണം? ഇത് 2 പവനാ. അതിന്റെ ഡിസൈൻ നോക്കിയേ നീ. ഇതുവരെ ഒന്നും കാണാത്തൊരു ഡിസൈൻ. നിങ്ങൾ എന്താണ് കാട്ടണത്? പണിയെടുക്കാൻ പറ പിള്ളേരോട്. വേഗം പോയി പണിയെടുക്കും. വെള്ളം. ചേച്ചി കൈക്കോട്ടുണ്ടോ? കൈക്കോട്ട് ഉണ്ട്, ഞാൻ തരാം. എന്നാ പിന്നെ ഒരു പിക്കാസും കൂടി. ചേച്ചിയെ, ആ അരിവാളും കൂടി എടുത്തോ. ഉണ്ടെങ്കിൽ ഒരു കൊട്ടെ. അല്ല, നിങ്ങൾ പിന്നെ എന്ത് കാണാനാണ് ഇങ്ങോട്ട് വന്നത്? ചേച്ചി ഇത്തവണത്തേക്ക് ക്ഷമിക്കണം. ഞാൻ ഒരു കാര്യം ചോദിച്ചിട്ട്, നിങ്ങളുടെ എന്തൊക്കെയാ ഉള്ളത്? ഇതൊക്കെയാ ഉള്ളത്. പൗഡർ, കണ്ണാടി, പൗഡർ, ചാന്ത്, പൊട്ട്, ചീപ്പ്. നിങ്ങൾ ഫാഷൻ പരേഡ് കാണിക്കാനാണോ വന്നത്? കാട് വെട്ടി കളിക്കാനാണോ വന്നേ? ഇങ്ങനെയാണ് കഥ പോണെന്നുണ്ടെങ്കിൽ നാളെ രാവിലെ തന്നെ പഞ്ചായത്തിൽ പോയിട്ട് ഞാൻ കംപ്ലൈന്റ് കൊടുത്തിരിക്കും. അയ്യോ ചേച്ചി, എന്റെ പണി കളയരുത്. അവര് ഞാൻ നോക്കിക്കോളാം. എന്തല്ല നോക്കിയിരിക്കുന്നത്, തുടങ്ങും. എന്നെ പുതിയതാണോ? എന്ത്? ഈ സാരി. നിങ്ങൾ എന്താ ചോദിക്കാത്തേന്ന് വിചാരിച്ചിരിക്കും. ഓടി പാടി ഏഡിയസിന്റെ പുതിയ സാരി. ഇത് ചേട്ടൻ സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാ. എത്ര രൂപയായി? 5000 രൂപയായി. 5000 കണ്ട ഒരു 10,000-ന്റെ പകിട്ടുള്ളൂ. നിങ്ങളോടല്ലേ പറഞ്ഞത് കാട് വെട്ടി കളിക്കണമെന്ന്? അയ്യോ ചേച്ചി, ഇത്തവണത്തേക്കും കൂടെ ഒന്ന് മാപ്പാക്കണം. അപ്പൊ ചെയ്യിക്കണം. ചേച്ചി, മീൻ മേടിച്ചായിരുന്നോ? മേടിച്ചായിരുന്നു. എന്ത് മീനാ? അയ്യോ ശരി ചേച്ചി, വലിയ മീനൊന്നും അല്ലെങ്കിലും ഇപ്പൊ മേടിക്കണ്ട. വലിയ ഫോർമാലിറ്റി. അതുണ്ട്. ചെറിയ മീന ചാളയല്ലയോ? എത്ര രൂപയ്ക്ക് മേടിച്ചു? 100 രൂപയ്ക്ക്. എത്ര കിലോ കിട്ടി? 1 കിലോ കിട്ടിയോ? വീട്ടിൽ 2 പേരേ ഉള്ളല്ലേ? ഞാനും എന്റെ മോളും. അയ്യോടാ, അപ്പൊ ഒരുപാട് മിച്ചം കാണുമായിരിക്കും. എന്നാ ഞാൻ ഉച്ചയ്ക്ക് വന്നേക്ക്, ഞങ്ങള് തിന്നോളാം. നാളെ അങ്ങേരുടെ വീട്ടിൽ പോയിട്ട് മീൻകറി ചോദിക്കാൻ. മീൻ പൊരിച്ചതൊക്കെ ചോദിക്കണ്ടേ? എന്നാ കുറച്ച് മീൻ പൊരിച്ചും കൂടെ വാഴല് വെട്ടിട്ട് അതിൽ ചോറ് കൂടി ഉരുട്ടി തരട്ടെ. പണിയെടുപ്പിച്ചോ, അല്ലെങ്കിൽ ഞാൻ കംപ്ലൈന്റ് പറയും. അയ്യോ ചേച്ചി, ഇത്തവണത്തേക്കും കൂടി മാപ്പാക്കണം. ഇപ്പൊ ചെയ്യിക്കാം. അല്ല ചേച്ചിയെ, എന്താ ചേച്ചി, ചേച്ചിക്ക് കുട്ടികളുണ്ടോ? ഉണ്ട്, ഒരെണ്ണുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ല. കണ്ട മുഖത്തൊരു ചുളിവ് പോലില്ല. കർമ്മം കണ്ട പ്രായം പറയത്തില്ല. നിങ്ങളുടെ എന്താ?
പുതിയതാണോ എന്ത് ചെരുപ്പ്? അല്ല പഴയതാ. എന്നെ സുഖിപ്പിച്ച് പണിയെടുക്കാതിരിക്കാനുള്ള നിങ്ങളുടെ അടവ് എനിക്ക് മനസ്സിലായി. എല്ലാം പോയി പണി എഴുതോ. 1 മണിക്കൂറിനൊക്കെ ഏരിയ മുഴുവൻ വൃത്തിയാക്കിക്കോണം. ഈ 2 ഭൂതനകളും കൂടെ നമ്മളെ പണിയെടുപ്പിച്ച് കൊല്ലിക്കുമല്ലോ. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് ഇവിടെ വന്നാൽ നമ്മുടെ കളിയൊന്നും നടക്കുകയല്ലെന്ന്. എഴുന്നേക്ക് അങ്ങോട്ട്. ഇനി എന്തിനാ എഴുന്നിട്ട്? ഞാനൊരു കാര്യം പറയട്ടെ, നമുക്ക് നമ്മൾ അടവെടുക്കാം. പാമ്പ് കളിയാണ്. അതെന്താടി പാമ്പ് കളിക്കും? ഈ പൊട്ടത്തി പാമ്പ് കളി എന്ന് വെച്ചാലേ ഈ പറമ്പിലില്ലേ നമ്മളെ പ്ലാസ്റ്റിക് പാമ്പിനെ നമ്മളിടും. പറമ്പിൽ പാമ്പിടെന്ന് പറയുമ്പോ ജോലി എടുക്കണ്ടെന്ന് പറയും. ജോലി എടുക്കുകയും ചെയ്യണ്ട. ഞാനേ എടുക്കടി ഇച്ചിരി പള്ളയൊക്കെ അതിന്റെ മുകളിൽ ഇട്ടോ. ഞാനേ പുറത്ത് കാണും. പാമ്പ് പോയിട്ട് എന്നെ വിളിച്ചാ. അയ്യോ പേടിയാവുന്നു. ദൈവമേ. ശരിയാ, അടുത്ത വീട്ടിൽ പോയി ഇതേ പണിയെടുക്കണ്ടേ. സഞ്ജയുടെ അടി എടി സഞ്ചിയൊക്കെ പെറുക്കി എടുത്തോളണേ. ഒന്നും വിടണ്ട. എന്റെ സഞ്ചി കേട്ടാ. എന്റെ പുതിയ എടി ടാങ്ക് കുടിക്കുന്നില്ലേ? എടി ഞാൻ പോയിട്ട് നടു നൂർത്തിട്ട് ശരി ശരി ശരി. എടി നീ ഇന്നലത്തെ ഭ്രമണത്തിന്റെ കഥ പറഞ്ഞോ? എടി സാരല്ലേ? എടി നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പിനെ എടുത്തില്ലായിരുന്നോ? എടുത്ത്. ഇതല്ലേ നമ്മുടെ പ്ലാസ്റ്റിക് പാമ്പ്? അല്ല, ഞാൻ എടുത്തിട്ടുണ്ട്. ഏതാടി? അപ്പൊ പിന്നെ ഇതെന്താ? ലഭിക്കുന്ന അവസരത്തിന്റെ ധാരാളിത്തമാവാം കേരളത്തിൽ ബംഗാളികളുടെ എണ്ണം പെരുപ്പിക്കുന്നത്. ഓർക്കുക, ഇത് തൊഴിലുറപ്പല്ല, തൊഴിലുറപ്പാണ്.